വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ തനിയെ ചെയ്യുന്ന കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും യൂട്യൂബ് ചാനൽ കയറി വരാത്തത്. എൻ്റെ ചാനലിൽ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാൻ ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളെ ഒന്ന് ഷോർട്ടാക്കി ഒരു 6 പോയിൻറ്റ്സിലാക്കി ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും നമ്പർ 1 ഫോർമോസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്യാം എന്നും പറഞ്ഞ് നമ്മൾ കമൻറ്റ് ചെയ്യാറുണ്ട്. ഓരോ വീഡിയോസിൻ്റെ അടിയിൽ നമ്മൾ കാണാറുണ്ട്. ഞാൻ ചെയ്തിരുന്നൊരു മിസ്റ്റേക്കാണ് അതെന്ന് പറയുന്നത്. നമ്പർ 1 ആൻഡ് ഫോർമോസ്റ്റ് മിസ്റ്റേക്കാണ്. അങ്ങനെയുള്ള കമൻസ് യൂട്യൂബ് ചെയ്യുന്നത് സ്പാം ബോക്സിൻ്റെ അണ്ടറിലേക്കാണ് ഇതെല്ലാം പോകുന്നത്. മിനിമം ഒരു 10 കമൻസ് ഇതേപോലെ സ്പാം ചെയ്യപ്പെട്ടാൽ നമ്മുടെ വീഡിയോ പിന്നെ കയറി വരത്തില്ല. നമ്മളുടെ അക്കൗണ്ടിനെ അവർ പ്രൊമോട്ട് ചെയ്യത്തില്ല യൂട്യൂബ് തന്നെ. നമ്മൾ ഇങ്ങനെ ഇടുന്ന ഓരോ കമൻറ്റും, ഈ സ്പാം ബോക്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കമൻസ് എന്ന് പറയുന്നത്, അത് നമുക്ക് മാത്രം വിസിബിളായിട്ട് മാറും അറ്റ് ലാസ്റ്റ്. ഇത് അടുത്ത ഒരാളിന് ഇത് കാണാൻ പറ്റില്ല. ഇത് നമ്പർ 1 മിസ്റ്റേക്കാണ്. നമ്പർ 2, ലിങ്ക് ഷെയറിങ്. ഏറ്റവും വലിയൊരു പൊട്ട ബുദ്ധിയായിരിക്കും ഈ ലിങ്ക് ഷെയറിങ്. നമുക്ക് തോന്നും നമ്മൾ കുത്തിയിരുന്ന് വീഡിയോസ് ഇങ്ങനെ ഫേസ്ബുക്കിൽ, വാട്സാപ്പിൽ അതിൻ്റെ ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പം ഇത് കാണുമെന്ന ആളുകൾ, ഓക്കെ നമ്മൾ കൊടുത്തല്ലോ എന്നുള്ള പേരിൽ മേ ബി നമ്മളോട് ഇഷ്ടമുള്ള ആളുകൾ സഹതാപത്തിൻ്റെ പേരിൽ ചിലപ്പോൾ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യും. അതൊരിക്കലും അവർക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടമായിട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടോ അല്ല, നമ്മൾ കൊടുത്തല്ലോ എന്നുള്ള പേരിൽ മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു 30 അല്ലെങ്കിൽ ഒരു 40 മേ ബി അവരൊരു 1 മിനിറ്റ് പോലും വീഡിയോ കണ്ടെന്ന് വരത്തില്ല. ആ ഒരു സെക്കൻഡ്സ് കഴിയുമ്പം അവർ ആ വീഡിയോ ഒന്നുകിൽ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യും, ലിങ്കിൽ നിന്ന് എക്സിറ്റ് ആവും. അതും യൂട്യൂബ് നോട്ടിഫൈ ചെയ്യും. ഈ ലിങ്ക് ഷെയറിങ്ങും കൊണ്ട് വരുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ യൂട്യൂബ് ആൽഗോരിതം അനുസരിച്ച് വീഡിയോസ് 50% എങ്കിലും നമ്മൾ കണ്ടിരിക്കണം ഒരു വ്യൂവർ. ഈ വീഡിയോ നമ്മൾ കണ്ടില്ല, നമ്മൾ അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ നമ്മളുടെ ഫ്രണ്ടോ നമുക്കറിയാവുന്ന ഒരാളോ അവൾ അയച്ചു തന്നല്ലേ അല്ലെ അവൻ അയച്ചെന്നുള്ള സഹതാപത്തിൽ കണ്ടിട്ട് അവരത് സ്കിപ്പ് ചെയ്താൽ ഈ സ്കിപ്പ് റേഷ്യോ കൂടുന്നതനുസരിച്ച് വീഡിയോസിൻ്റെ പെർഫോമൻസ് റേഷ്യോ കുറയും. ഈ ലിങ്ക് ഷെയറിങ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നിങ്ങൾ നോക്കണം. ഞാൻ നോക്കിയപ്പോൾ കണ്ടത്, എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് വ്യൂസ് എന്ന് പറയുന്നത് 3 or 4% മാത്രമാണ്. അല്ലാതെ എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് യൂട്യൂബിൻ്റെ ഹോം വിൻഡോ ഉണ്ടല്ലോ, ഹോം സ്ക്രീൻ. ഈ ഹോം സ്ക്രീനിൽ നിന്ന് അല്ലെങ്കിൽ ബ്രൗസിങ് വഴി എൻ്റെ വീഡിയോ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ യൂട്യൂബ് പുഷ് ചെയ്ത് വന്നിട്ടുള്ള വീഡിയോസിന് മാത്രമേ എനിക്ക് റീച്ച് കിട്ടിയിട്ടുള്ളൂ. ആ വീഡിയോസിന് എനിക്ക് ഗ്രോത്ത് കിട്ടിയിട്ടുള്ളൂ. സോ ലിങ്ക് ഷെയറിങ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോ, ഒരു ഗുണവുമില്ല. നമ്മൾ അയച്ചു കൊടുക്കുന്ന ഓരോ വീഡിയോസിൻ്റെയും സ്കിപ്പ് റേഷ്യോ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പെർഫോമൻസ് റേഷ്യോ കുറയും. യൂട്യൂബിൻ്റെ ഇത് പുഷ് ചെയ്യാതെ ആകും. സോ ഈ വീഡിയോ നമ്മൾ പിന്നീട് എത്ര ഷെയർ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു റീച്ച് ഈ വീഡിയോയ്ക്ക് വരത്തില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാന മിസ്റ്റേക്കാണ് അത്. ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള ഒരൊറ്റ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്കുകൾക്കാണ് കൊടുക്കുന്നത്. അവളുമാർ എന്നോടുള്ള സ്നേഹം കൂടുതൽ കാരണം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കമൻറ്റ് ചെയ്യും. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആൽഗോരിതത്തിന് മനസ്സിലാവും ഇത് ഉഡായിപ്പ് കമൻറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ. നമ്പർ 3 എന്ന് പറയുന്നത് ലൈറ്റിങ്ങും ഓഡിയോയും ബാക്ക്ഗ്രൗണ്ട്. ദ ലൈറ്റിംഗ്, ഓഡിയോ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചെയ്തിരുന്ന വേറൊരു പ്രശ്നമാണത്. എനിക്ക് ആക്ച്വലി നല്ലൊരു മൈക്ക് ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഹാവിങ് വൺ, ബട്ട് അതിൻ്റെ സൗണ്ട് ക്ലിയർ ആയിരുന്നില്ല. ബട്ട് ഞാൻ ഈ മൈക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ സൗണ്ട് കുറച്ചുകൂടി ക്ലിയർ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. സോ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിയോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിയോ ഈസ് ഈക്വൽ ടു വീഡിയോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റി വീഡിയോയിൽ വലിയൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും ശബ്ദം കൊണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു വയ്ക്കാം. ദെൻ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒട്ടും ശരിയല്ല. അതൊക്കെ ഞാൻ ചെയ്യും. ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും. ഇതൊക്കെ ഞാൻ പണ്ട് തൊട്ട് പറയുന്നതാണ്. 2023 ക്രിയേറ്റ് ചെയ്ത ചാനലാണ് എൻ്റെ. എനിക്ക് ഈ പറയുന്ന മിസ്റ്റേക്കുകളൊക്കെ ഞാൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ചാനൽ ഒരു മൂലയിൽ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. വലിയൊരു മൂച്ച് തോന്നുമ്പോൾ ഇന്ന് തൊട്ട് ഞാൻ തുടങ്ങും എന്ന് പറഞ്ഞ് തുടങ്ങും, പക്ഷെ ഇതൊന്നും ഞാൻ തുടങ്ങാറില്ല. 4th വൺ, ബി എൻഗേജ്ഡ്. നമുക്ക് വരുന്ന ഓരോ കമൻസിനും, മേ ബി നമ്മളുടെ വീഡിയോയ്ക്ക് കമൻറ്റ് വരുന്നത്, ടൈപ്പ് ചെയ്തൊരു കമൻറ്റ് ഇടുന്നത് എന്ന് പറയുന്നത് നമ്മളെ അറിയാത്തവരും ഈ വീഡിയോ യൂട്യൂബായിട്ട് പുഷ് ചെയ്ത് റീച്ച് ആവുമെന്ന് കാണുന്ന വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും നമുക്കൊരു ടൈപ്പ് ചെയ്ത കമൻറ്റ് വരുന്നത്, അല്ലേ? അങ്ങനെ വരുന്ന കമൻസിന് നിങ്ങൾ ദയവേത് റിപ്ലൈ കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഹാർട്ട് റിപ്ലൈ എങ്കിലും കൊടുക്കണം, ഹാർട്ട് ലൈക്ക് എങ്കിലും കൊടുക്കണം. ഞാനതും ചെയ്യാറുണ്ടായിരുന്നില്ല. എൻ്റെ കുറച്ച് റീച്ച് കിട്ടിയ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഞാൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും. പബ്ലിക് ആണത് കണ്ടിട്ടുള്ളത്, പക്ഷെ ഞാൻ ഇഗ്നോറൻസ് ആണ് കേട്ടോ. ഇഗ്നോറൻസിൽ റിപ്ലൈ കൊടുക്കാറില്ല. ഞാൻ എൻഗേജ്ഡ് ആവാറായിരുന്നില്ല. എൻഗേജ്ഡ് ആകുമായിരുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് വെരി ബിഗ് ഇമ്പോർട്ടൻറ്റ് മിസ്റ്റേക്ക്. ഞാൻ ചെയ്തിട്ടുള്ളതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെറ്റ് തന്നെയാണത്. അങ്ങനെ ഞാൻ കമൻറ്റിന് റിപ്ലൈ തരാത്തവരോട് എല്ലാവരോടും ഞാൻ കേണപേക്ഷിച്ച് മാപ്പ് പറയുന്നു. ഓക്കെ. 5ാമത്തെ കാര്യം, സബ്സ്ക്രൈബേഴ്സിനായിട്ടുള്ള റിക്വസ്റ്റിംഗ്.
നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ പറയും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വല്ല കല്യാണത്തിനോ വല്ല പാർട്ടിക്കോ ഫംഗ്ഷനോ ഒക്കെ ചെല്ലുമ്പോൾ വഴിയിലിരിക്കുന്നവരുടെ അവർ വരുന്നവരുടെ ഒക്കെ ഫോൺ മേടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. ഒരു യൂസും ഇല്ല, യാതൊരു യൂസും ഇല്ല. ഈ നമ്മളോട് പറഞ്ഞ് നമ്മൾ ഫോൺ ചോദിക്കുമ്പോൾ തന്നെ അവർ ദേഷ്യപ്പെട്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ ഇതും കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവർ നമ്മുടെ വീഡിയോസ് കാണണം. നമ്മളുടെ വീഡിയോസ് കാണാതെ ഈ സബ്സ്ക്രൈബേഴ്സ് ചെയ്തവർ നമ്മളുടെ ലിസ്റ്റിൽ കിടക്കുന്നത് ഒരു യൂസും ഇല്ല. ഇവർ ആക്റ്റീവ് അല്ല, നമ്മുടെ വീഡിയോസ് കാണുന്നില്ല എങ്കിൽ ഒരു 50% എങ്കിലും ഈ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒരു 2 or 3 months ശേഷം they will be become the dead subscribers ആയിട്ട് ഇവരെ കൺസിഡർ ചെയ്യും യൂട്യൂബ്. സോ വി വിൽ നോട്ട് ഗെറ്റ് എനി കൈൻഡ് ഓഫ് ബെനിഫിറ്റ്സ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാൻ ഈ ടാക്സിയിൽ ഓഫീസിൽ പോകുന്ന സമയത്ത് ടാക്സി ഡ്രൈവേഴ്സിനെ കൊണ്ട് വരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇവരൊക്കെ തുറന്നു നോക്കുമോ? ഇനി 6ാമത്തെ കാര്യം, കൺസിസ്റ്റൻസി. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാതെ വേറെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 2-3 വീഡിയോ എങ്കിലും ഇടണം. ഇതെല്ലാ യൂട്യൂബേഴ്സും പറയുന്ന കാര്യമാണ്. ഒരു 2 വീഡിയോ എങ്കിലും നിങ്ങൾ ചെയ്യണം. ഒരു വീക്കിലി അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ചെയ്യണം. ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്, പക്ഷെ ചെയ്യാറില്ല. സോ അത് കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ടെങ്കിലും ഇടുക, അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഇടുക. അപ്പം ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ എന്നെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒക്കെ കറക്റ്റ് ചെയ്യണം. ഞാൻ കറക്റ്റ് ചെയ്യണം എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. അതൊക്കെ ഞാൻ ചെയ്യും എന്ന് ഞാനിത് പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും പറയുന്നവരല്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്ന പരിപാടി നിർത്തിക്കോ. എനിവേ ഗൈസ്, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള മിസ്റ്റേക്കുകളൊന്നും ആരും ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.